അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഐഷുമ്മക്ക് തൻ്റെ ചെവികളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. റബ്ബേ, ഞാൻ കേട്ടത് സത്യമാണോ? എൻ്റെ കുട്ടീൻ്റെ ഉമ്മച്ചിയാക്കാൻ ഓള് ഞാൻ നിക്കാഹ് കഴിക്കട്ടെ. ആ ഉസ്താദ് പറഞ്ഞ കാര്യം ഐഷുമ്മയുടെ മനസ്സിൽ 1000 പൂക്കൾ വിരിഞ്ഞു. റബ്ബേ, എന്തൊരു സന്തോഷമാണല്ലോ, ഇത് അവളോട് അറിയിക്കണമല്ലോ. അങ്ങനെ അത് ഉസ്താദ് പുറപ്പെടുകയാണ്. ഉമ്മ എന്നാൽ പോട്ടെ കേട്ടോ, അസ്സലാമു അലൈക്കും. ഷാമോനെ എന്നാൽ ശരി. ഐഷു ഉപ്പച്ചി പോട്ടെ. അങ്ങനെ അതാ ഉസ്താദ് പടിയിറങ്ങിയപ്പോൾ ഉമ്മയുടെ മനസ്സിൽ പല പല ചിന്തകളായിരുന്നു. എന്നാൽ ഷമ്മാസ് ഇത് കേട്ടിരുന്നില്ല. അല്ലുമ്മ, എന്താ ഇത്രമാത്രം ഒരു സന്തോഷമാക്ക് മോനെ, എൻ്റെ പൊന്നാര മോനെ. ഷമ്മാസിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കരഞ്ഞു. എന്താ ഉമ്മ കാര്യം? മോനെ, ഉസ്താദ് പറഞ്ഞു കേട്ടോ. ഐഷുമോളെ, ഉമ്മച്ചിയെ ഞാൻ നിക്കാഹ് കഴിച്ചോളാം എന്നുള്ളത് ഉമ്മ സത്യമായിട്ടും പറഞ്ഞു ഉസ്താദ്? അതേ മോനെ, എന്നോട് പറഞ്ഞു ഉമ്മ. അൽഹംദുലില്ലാ, റാഹത്തായി ഉമ്മ. എന്നാൽ പെട്ടെന്ന് തന്നെ വൈകാതെ. അല്ല ഉമ്മ, സെമീർത്തിയോട് കാര്യങ്ങൾ സൂചിപ്പിച്ചോ? കാരണം എന്തൊക്കെ തന്നെയാലും പറയുന്നത് നല്ലതല്ലേ പൊന്നു മോനെ. ഞാൻ പറഞ്ഞോളാം, പക്ഷെ ഓന് മോൻ ഇന്നത്തെ കാര്യത്തിൽ നല്ല ടെൻഷനുണ്ട്. എന്താ പറ്റിയത് അറിയില്ല. ആ ഇറച്ചിക്കറിയിൽ ഉപ്പിട്ടത് അത് ഓളെല്ലാം തന്നെ ഒരിക്കലും. ഉമ്മ, അതൊന്നും സാരല്ല, അതൊക്കെ പോട്ടെ. ഇനിയിപ്പോൾ ആരൊക്കെ തന്നെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അത് പഠിച്ചോൻ കാണുന്നുണ്ടാവുമല്ലോ ഉമ്മ. അത് എന്ത് കള്ളത്തരങ്ങളായാലും ഒരിക്കലും പുറത്തു വരും എന്നാണല്ലോ. എന്തായാലും നമ്മൾ നോക്കുക, പഠിച്ച റബ്ബിനൊക്കെ തെളിയിക്കും. ആ പിന്നെ എൻ്റെ പൊന്നുമോനെ, ഇന്ന് ഞങ്ങൾ പോയപ്പോൾ സമീറാൻ്റെ കൈമൊക്കെ ഞാൻ 2 വളയും ഒരു നെക്ലേസും ഒരു മാലയും ഒരു കമ്മലും വാങ്ങിക്കൊടുത്തിക്കണ് ഉമ്മ. അത് വാങ്ങിക്കൊടുത്താൽ പോരെ ഉമ്മ? ഒരു നിമിഷം ഷമ്മാസ് അത് ഓർത്തു. അതെ, തൻ്റെ ഉമ്മയുടെ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടപ്പെട്ട സ്വർണം കൊണ്ടുവന്നത് സമീറയാണ്. റബ്ബേ, അവർക്കൊക്കെ എത്ര കൊടുത്താലും മതിയാവില്ല. അതെ, അല്ലെങ്കിൽ എൻ്റെ ഉമ്മയുടെ മുമ്പിൽ ഞാനൊരു കള്ളനായി മാറിയിരുന്നു. ഏതായാലും പഠിച്ചോനെ, അവരാണ് എന്നെ രക്ഷിച്ചത്. അല്ലെങ്കിൽ എൻ്റെ ഉമ്മ എനിക്കെതിരെ പ്രാർത്ഥിച്ചു പോയാൽ റബ്ബേ, ദുനിയാവും ആഹ്റവും ഇല്ലാതായി തീരും. ഒരു നിമിഷം ഷമ്മാസ് വിചാരിച്ചു, ഉമ്മ പാവാണ്, നമ്മൾ ഇഷ്ടം പോലെ വാങ്ങിക്കൊടുക്കണം, ഒന്നും കൊടുക്കാറില്ലല്ലോ. മോനെ, ഉമ്മാൻ്റെ കുട്ടി വേഗം നിക്കാഹിന് വേണ്ടിയൊക്കെ നമുക്ക് ഒരുങ്ങഞ്ഞ്. ഏതായാലും ഉമ്മ, നിങ്ങൾ ഓളോട് കാര്യങ്ങളൊന്ന് പറയട്ടോ. കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്കതങ്ങൾ സെറ്റാക്കാലോ. മോളെ സമീറ. ഉമ്മ. ആ മോളെ, ഉസ്താദൊക്കെ ഫുഡ് കഴിച്ച് പോയിക്കണേ. വരി, ഞമ്മക്കും കഴിക്കാം. ആ ഉമ്മ. ഉമ്മ എന്തിനാണ് ഇറച്ചിക്കറി കൊടുത്തത്? മോളെ, മൂപ്പര് കഴിച്ചതേ ഉസ്താദ് കഴിച്ചു. ഉസ്താദ് പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്ന്. ഒന്നും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് റെഡിയാക്കിയപ്പോഴേ അവർ ഉപ്പിനൊന്നും പറഞ്ഞില്ല. ആ ഉമ്മ, അതിന് ചില ആളുകൾ ഭക്ഷണത്തെ കുറ്റം പറയില്ല ഉമ്മ. പൊന്നു മോളെ, ഭക്ഷണത്തെ ഇപ്പോൾ ആരും കുറ്റം തന്നെ വായിക്ക് വെക്കാൻ കഴിയായിട്ടല്ലേ, അല്ല നമ്മളും പറയില്ലല്ലോ. ആയിഷും വളരെയധികം സ്നേഹത്തോടെയാണത് പറഞ്ഞത്. ഉമ്മാൻ്റെ പൊന്നു മോള് വിഷമിക്കണ്ട ഒന്നുകൊണ്ടും. പിന്നെ വേഗം ചോറൊക്കെ തിന്നൊരു കാര്യം പറയാണ്ട് എന്നോട്. എന്തോ ഉമ്മ? സത്യം പറഞ്ഞ സമീറക്ക് ഭയം തോന്നി. പഠിച്ചോനെ, ഉപ്പ് ഏറിയതിൻ്റെ പേരിൽ ഇനിയിപ്പോൾ എന്നെ ഒഴിവാക്കണം എന്നിട്ട് പറഞ്ഞിക്കണോ എല്ലാവരും കൂടി? എനിക്കറിയില്ല. ഷാമോനും അതുപോലെ എനിക്കറിയില്ല, ഉസ്താദൊക്കെ എന്ത് പറഞ്ഞു ആവോ. അവൾ നിശബ്ദതയായിരുന്നു. മോളെ, കഴിച്ചുകൂടി ഭക്ഷണേ, നീ തീരെ തിന്നണില്ല കേട്ടോ. ഡയറ്റ് ഒന്നും പറഞ്ഞു നിന്നിട്ട് കാര്യമില്ല. നമുക്ക് ശരീരത്തിന് ആവശ്യത്തിന് ഭക്ഷണം ചെല്ലണം. ഡയറ്റ് ആകാം, പക്ഷെ ഒന്നായിട്ട് വാരി വലിച്ച് തിന്നണമെന്ന് ഞാൻ പറയണില്ല. കുറച്ച് സാലഡ്, ഒരു 2 ചപ്പാത്തി അങ്ങനെയൊക്കെ നമുക്ക് കഴിക്കണേയും കുഴപ്പമില്ല. പിന്നെ രാവിലെ 2-3 കോഴിമുട്ട ഒന്നും കഴിക്കണേയും കുഴപ്പമൊന്നുമില്ല. പിന്നെ പൊന്നാരം മുളകി വെറുതെ ഇരിക്കല്ലോ. രാവിലെ മുതൽ വൈകുന്നേരം വരെ എനിക്ക് പോലെ പണി ഉണ്ടാവും. പ്രസവിച്ച് കിടക്കണ ഒരു വീട്ടിലത്തെ പണി അറിയണില്ല, ആ മുഴുവൻ ഈ എടുക്കണില്ലേ. മോളെ, ഭക്ഷണത്തിൽ നീ നിയന്ത്രിക്കണം കേട്ടോ. നിയന്ത്രിക്കണ്ട. കാരണം അങ്ങനെ തീരെ കഴിക്കാതൊക്കെയല്ലേ. വെറും സാലഡ് മാത്രം തിന്നിട്ടെന്താ, കുറച്ച് 1-2 ചപ്പാത്തി ഒരു ചിക്കൻ്റെ കഷ്ണം ആക്കും തിന്നോക്ക്. തിന്നാളി. അല്ലാതെ ഇപ്പോൾ എന്താ അപ്പം അങ്ങനെ വെറും സാലഡ് കഴിച്ചിട്ട്? ഉമ്മ, എനിക്കുമ്മ സമാധാനമല്ലോ ഉമ്മ. മോളൊന്നും കൊണ്ട് വിഷമിക്കണ്ട. മോളെ, എന്നോട് 2 കാര്യം പറയാണ്ട്. ഇജ്ജ് വിഷമിക്കരുത് കേട്ടോ. എല്ലാം പഠിച്ചോൻ്റെ വിധിയെന്ന് വിചാരിച്ചാൽ മതി. സമീറൊക്കെ അത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. റബ്ബേ, എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന കാര്യമായിരിക്കും ഉമ്മ. ഞാൻ സാരല്ല, ഇനിയിപ്പോൾ എന്താ കാട്ടുക? പഠിച്ചോൻ്റെ വിധി അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആക്കേണ്ടി വരും. എനിക്ക് എന്താണെങ്കിലും ജയിനുള്ളൊരു മറുപടി പറയാനട്ടോ. എന്നെ വേദനിപ്പിക്കാനോ വിഷമിപ്പിക്കാനൊന്നല്ല. എനിക്കൊരു നല്ലൊരു ജീവിതം വേണ്ടേ. എന്തൊക്കെ തന്നെയായാലും ഉമ്മ. അവൾക്ക് ഭയം തോന്നി. അതാ
എന്നെ ഇതാ ഇന്നത്തോടു കൂടി വീട്ടിൽ നിന്ന് പുറത്താക്കും. നാളെ രാവിലെ ഞാൻ എൻ്റെ ബാഗും എടുത്ത് ഇറങ്ങേണ്ടി വരും. റബ്ബേ, ഞാൻ എങ്ങോട്ട് പോകും എനിക്കറിയില്ല. എൻ്റെ ആങ്ങളാർ എവിടെ നിന്ന് പോകും എനിക്കറിയില്ല. റബ്ബേ, ഉമ്മ ഉപ്പ ഉണ്ടെങ്കിൽ അവിടേക്ക് പോയാൽ മതിയെന്ന്. റബ്ബേ, ഇപ്പം അതും ഇല്ലല്ലോ. ഭക്ഷണം കഴിച്ച് സമീറ പാത്രമെല്ലാം കഴുകി വെക്കുന്നു. മോളെ, ഈ സിങ്കിൽ നിന്നാണ് മോരെ ചളച്ച് എന്തിനാതാണ് പുറത്ത് കൊട്ടത്തലത്തൊക്കെ വെക്കണ്? ആ എന്തമ്മ കുഴപ്പമില്ല, അവിടെ നിന്ന് കഴുകുക. എൻ്റെ പൊന്നാര ശരിയാണ്, സീറ്റൊക്കെ ഇട്ടേക്കണ ചുറ്റോട്ടും ഗിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഇപ്പോൾ അടുക്കളയിൽ സിങ്ക് ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ഒക്കെ ഇപ്പം അങ്ങോട്ട് വെക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഉമ്മ അത് കുഴപ്പമില്ലമ്മ. അവൾ പാത്രമെല്ലാം കഴുകി അടുക്കളയെല്ലാം നല്ല രീതിയിൽ തുടച്ച് വൃത്തിയാക്കി. റാക്കും നിലവുമെല്ലാം നന്നായിട്ടൊന്ന് തുടച്ചു. മോളെ, ആ കപ്പ് എപ്പോഴും ഉമ്മ എനിക്ക് രാവിലെ എണീറ്റ് വരുമ്പോൾ അടുക്കള വൃത്തിയായി കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അല്ലാതെ വൃത്തിയില്ലാതെ നിൽക്കുമ്പോൾ എനിക്കൊരു സന്തോഷമില്ല. മറ്റേതൊരു ആയിക്കോട്ടെ, എൻ്റെ ഇഷ്ടം പോലൊക്കെ ആയിക്കോട്ടെ. അങ്ങനെ അതാ അവൾ ഡ്രസ്സെല്ലാം മാറി ഒന്ന് മേലെ കഴുകിയിട്ടാണ് കിടക്കാൻ പോവാറുള്ളത്. ഉമ്മ കാര്യം എന്ത് കാര്യമായിരിക്കും ഉമ്മ എന്നോട് പറയാണ്ടായിരിക്കുക? പഠിച്ചോനെ, എന്നെ പറഞ്ഞേക്കണ കാര്യമായിരിക്കും. കാരണം എനിക്ക് എന്തായാലും പണ്ടൊക്കെ വാങ്ങി തന്നല്ലോ. ഏതായാലും ഇനിയിപ്പോൾ ഞാൻ പോയിക്കോട്ടെ. ഏതായാലും ഉപ്പ് കയറി. റബ്ബേ, മതിയായിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ന്യൂസി പ്രസവിച്ച് എണീറ്റൊക്കെ പോകാനായില്ലേ. ഇനിയിപ്പോൾ ഉമ്മയുടെ എന്തായിരിക്കും ഉമ്മ വിചാരിക്കണാവോ? സമീറ സങ്കടപ്പെട്ടുകൊണ്ട് അത് വിചാരിച്ചു. റബ്ബേ, എന്താവോ? സങ്കടത്തോടെ അവൾ മേല് കഴുകി ഡ്രസ്സൊക്കെ മാറ്റി റൂമിലേക്ക് പോകാൻ നിൽക്കണ്. ഐശുവിനെ കുറച്ച് നേരത്തെ ഉറക്കിയിട്ടുണ്ട്. മോളെ സെമിയെ, ഉമ്മ. അവൾ കരയുകയായിരുന്നു. എന്താ മോളെ കരയണത്? ഉമ്മ, ഞാൻ എങ്ങോട്ട് പോകാനാ അമ്മ? അതിന് ആരെ പോണത്? ഉമ്മ, ഞാൻ ഒരിക്കലും. മോളെ, അതാണ് വിട്ടാജ്. എന്തിനാണ് ഇപ്പം അതിനാലോചിച്ച് നിൽക്കണത്? ഇവിടെ ഇരിക്ക്. ഡൈനിങ് ഹാളിലെ സോഫയിലേക്ക് സമീറയുടെ കൈ പിടിച്ച് ഉമ്മ നടന്നു. ഇവിടെ ഇരിക്കും മോളെ. ഉമ്മാൻ്റെ കുട്ടീനോടൊരു കാര്യം എനിക്ക് ചോദിക്കാണ്ട്. കാരണം സമ്മതമില്ലാതെ ഒന്നും ഇതാക്കുന്നത് ശരിയല്ലല്ലോ. ഞാൻ എന്ത് പറഞ്ഞാൽ വിഷമിക്കരുത് ഒരിക്കലും. ഒന്നും കൊണ്ട് വിഷമിക്കരുത്. സമീറൊക്കെ തോന്നി. അതെ, നാളെ മുതൽ നീ ഇവിടെ നിന്ന് പോയിക്കോ, ഇനിയിപ്പോൾ നുസൈബയൊക്കെ പോവല്ലേ എന്നുള്ളത് പറയാനായിരിക്കുമെന്ന് കരുതി അവൾ ആകാംക്ഷയോടെ അതിനുവേണ്ടി കാത്തിരുന്നു. മോളെ, ഉസ്താദ് ഒരു കാര്യം പറഞ്ഞിക്കണ്. ഉമ്മ, എന്താ? അല്ല, അത് ഉപ്പിനെ കുറിച്ചാണോ? അല്ല മോളെ, ഐഷുവിൻ്റെ ഉമ്മച്ചിനെ, ഐഷു ഉമ്മച്ചി എന്ന് വിളിക്കുന്ന സമീറയെ ഞാൻ നിക്കാഹ് കഴിക്കട്ടെ എന്നാണ് ചോദിച്ചത്. ഒരു നിമിഷം സമീറ ഞെട്ടിപ്പോയി. റബ്ബേ, ഉമ്മ. അവളുടെ കണ്ണീരിൽ കുതിർന്ന ആ ഒരു മുഖത്ത് പുഞ്ചിരി വിടർന്നു. അത് അവളുടെ മനോഹരമായ പല്ലുകൾ തിളങ്ങി. ഐഷുമ്മ അതാ അവളുടെ മുഖത്തേക്ക് നോക്കി. അതെ, സമാധാനമായിട്ടുണ്ട് സമീറ. എന്തിനു മൊഞ്ചാവണ്ണേ, നിന്റെ മുഖം കാണാൻ ഇങ്ങനെ ചിരിക്കുമ്പോൾ നീ സങ്കടപ്പെടരുതിട്ടോ. ഉമ്മ, മോൾക്ക് സമ്മതല്ലേ? നീ പറ. സമ്മതാണെങ്കിൽ നാളെ തന്നെ പറയണേ ഉസ്താദിനോട്. വൈകാതെ നിക്കാഹ് നടത്താലോ കേട്ടോ. തൽക്കാലം റുക്കിയാത്തൊന്നും അറിയണ്ട. കാരണം അവരൊക്കെ അങ്ങനെ കൊട്ടിപ്പാടി നടക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ കുറച്ചൊരു കരുതൽ ഉണ്ടായിക്കോട്ടെ. തൽക്കാലം ആരും അറിയണ്ട. നിക്കാഹ് നമുക്ക് ആ മട്ടത്തിന് എങ്ങനെ വെച്ചാൽ ഇങ്ങോട്ട് വലിയൊരു പാർട്ടിയാക്കുക. അതാണ് എൻ്റെ അഭിപ്രായം. ഉമ്മ, എന്നെ ഇഷ്ടപ്പെടോ ഉസ്താദിന്? പിന്നെന്താടി? അന്നെ ഇഷ്ടപ്പെട്ട് കണ്ടിട്ടല്ലേ ചോദിച്ചത്. ഉമ്മ, ഞാൻ തടിയൊക്കെ കൂടുതലല്ലമ്മ. ഉസ്താദ് എന്തിനു മൊഞ്ചന? ആരും അറിഞ്ഞോ? ഉസ്താദ് മൊഞ്ചനാണെങ്കിലും നീയും മൊഞ്ചത്തിയാണല്ലോ. തടി അതിപ്പോൾ പെണ്ണെ ആണുങ്ങൾക്കൊക്കെ തടി ഉള്ളത് ഇഷ്ടമാണ്. അല്ലാതെ വെറും എല്ലും കോലാണ് രസമല്ലല്ലോ. പെണ്ണുങ്ങളാവുമ്പോൾ കുറച്ചൊരു തടിയും പുഷ്ടിയൊക്കെ വേണം. എന്നെങ്കിൽ തന്നെയല്ലേ ആണുങ്ങൾക്കും അതൊരു രസം ഉണ്ടാവുള്ളൂ. മറ്റേത് വെറും എല്ലും കോലായിട്ട് ഇപ്പം എന്തിനാ ആണുങ്ങൾക്ക്? അതെ, ഉസ്താദിന് എന്നെ നല്ലോണം പറ്റിക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഇനിയിപ്പോൾ മോൾക്ക് ഉസ്താദിനെ പറ്റിക്കണോ? ഉമ്മ, എനിക്കും എന്താ പറ്റായി. പക്ഷേ എന്നെ പറ്റുമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു കുഴപ്പമില്ലമ്മ. സമീറ, ഉറപ്പാണല്ലോ? അപ്പം ഐഷുവിൻ്റെ ഉമ്മച്ചിയാകാൻ നീ തയ്യാറായില്ലേ? അവളുടെ കണ്ണുകൾ എറിഞ്ഞു. ഉമ്മ, കരയണ്ട. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് കരഞ്ഞുണ്ടാക്കണ്ട. ഇനിയെങ്കിലും ഈ കരയാതിരിക്കെ. ഒരുപാട് കണ്ണുനീര് നിൻ്റെ കണ്ണിന്ന് ഒലിച്ചു പോയതല്ലേ. ഇനി മതി. ഇനിയെങ്കിലും ഈ പുഞ്ചിരിക്ക്. കുറേ കഷ്ടപ്പെട്ടതാണ് കല്യാണം കഴിഞ്ഞ മുതൽ. 5-6 വർഷത്തോളം അല്ലേ കരഞ്ഞിരിക്കേനു. ഇനിയെങ്കിലും ഒന്ന് ചിരിക്കിട്ടോ സമീറ. എൻ്റെ പുഞ്ചിരി കാണാം. വല്ലാത്ത മൊഞ്ചാണ് പെണ്ണെ. നിറക്കണ്ണുകളോടെ ഐഷുമ്മയുടെ മുഖത്ത് നോക്കി സമീറ ചിരിച്ചു. മോളെ, നിൻ്റെ പുഞ്ചിരി ഇനി മായാൻ പാടില്ല.
അതെപ്പോഴും ആ ചുണ്ടിൽ വിരിയുമ്പോൾ അത് വല്ലാത്ത റാഹത്താണ്. പിന്നെ ഉസ്താദുമാർ ഓലെ കല്യാണം കഴിക്കാന്ന് വെച്ചാൽ ഭാഗ്യമാണ് പെണ്ണേ. ആ സത്യമായിട്ടും ഭാഗ്യമാണ്. കാരണം ദുനിയാവും ആഹ്റവും രക്ഷപ്പെടും ഉസ്താദുമാരെ കല്യാണം കഴിച്ചാൽ. പിന്നെ ഞാൻ പറഞ്ഞത് മോൾക്ക് ഉമ്മ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയെങ്കിലും അടിയും കുത്തും കൊള്ളാതെ ജീവിക്കാലോ. അതെ, ഭർത്താവ് എന്നുള്ള പേരിൽ എന്തും സഹിക്കാനുള്ളവരാണ് ഭാര്യമാർ. അതെ, അവർ ചെയ്യുന്ന എന്ത് നീച പ്രവൃത്തികൾക്കും നമ്മൾ കൂട്ടു നിൽക്കണം. അല്ലെങ്കിൽ മോളെ അതൊന്നും ഉണ്ടാവില്ല. 5 വക്ത് നിസ്കരിക്കണ ഒരു മനുഷ്യൻ്റെ കൂടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യം തന്നെയാണ്. ഓൽക്കെന്ന് വെച്ചാൽ ഖുർആൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും ഓതി കൊടുക്കുന്നവരും അവരല്ലേ ഏറ്റവും ശ്രേഷ്ഠർ ഇവിടെ. അതെ, ഏറ്റവും നല്ല ജോലി ഏതാണെന്ന് ചോദിച്ചപ്പോഴേ ഖുർആൻ പഠിപ്പിക്കുന്നവരും അത് പഠിക്കുന്നവരും ഒക്കെ ആയ ആളുകളാണ്. അപ്പോൾ ഏറ്റവും നല്ല ജോലി അതന്നെയല്ലേ. പിന്നെ ഉസ്താദന്മാർക്ക് കുറച്ച് ശമ്പളം കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. പക്ഷേ നമ്മുടെ ഉസ്താദ് അങ്ങനെയല്ല കേട്ടോ. കാരണം ഒരു പ്രഭാഷണം ഒന്ന് പറഞ്ഞാൽ മതി, അന്ന് എത്രയ്ക്ക് പൈസയാണ് കിട്ടുന്നത്. ഉസ്താദിന് എടുക്കണിപ്പോൾ എടുക്കാമല്ലോ. ഉസ്താദ് എന്താ പറഞ്ഞത്, അതൊക്കെ പള്ളിക്ക് വേണ്ടി, അതൊക്കെ മദ്രസിന് വേണ്ടി. അങ്ങനെ ഒരു ദാനശീലനായ ഉസ്താദിനും കിട്ടിയില്ലേ. പോരെ മോളെ, ആഹ്റത്തുക്കും ദുനിയാവുക്കും അങ്ങനെ ഒരു ഉസ്താദിനെ വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ്. പിന്നെ ഉസ്താദ് മൊഞ്ചനാണ് കേട്ടോ. അത് കേട്ടപ്പോൾ സമീറയുടെ മുഖം നാണത്താൽ ചുവന്നു. ഉമ്മ, മുളിഞ്ഞ് കരയരുത് കേട്ടോ. സത്യം പറഞ്ഞാൽ അതുവരെ സങ്കടപ്പെട്ട് നാളെ ഞാൻ ഈ പുത്തൻവീട് തറവാട്ടിൽ നിന്ന് പോവുകയാണെന്ന് അറിയുമ്പോൾ റബ്ബേ ഞാൻ എന്ത് ചെയ്യും എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ ഇത്രക്കും വലിയൊരു സർപ്രൈസ് എനിക്ക് ഐഷുമ്മ തന്നു. മോളെ, എന്നാ പിന്നെ കാണാൻ വരാൻ പറഞ്ഞാലോ? ഒരു നിമിഷം സമീറ ഞെട്ടിപ്പോയി. ഉമ്മ, അതെ മോളെ, എൻ്റെ കുട്ടിക്ക് അത്യാവശ്യത്തിനുള്ള പൊന്നിപ്പോൾ ഞാനും വാങ്ങിക്കണമല്ലോ. കൈമക്കും കൗത്തുക്കും കാതുകൊക്കെ ഇനി ഒന്ന് കാണുകയാണെങ്കിൽ ഒരു മഞ്ചത്തിയും കൂടി ആയിക്കോട്ടെ. അവൾ ആ കൈകളിലെ വളകളിലേക്ക് നോക്കി. നല്ല മൊഞ്ചുണ്ട്. ഇനിയിപ്പോൾ നാളെ എന്തൊക്കെയാണെന്നാവും. ഇനിയിപ്പോൾ റുക്കാത്ത വരുമ്പോൾ ഓരോന്ന് ചോദിച്ചും പറയും ചെയ്യും കേട്ടോ. പറഞ്ഞോണ്ടി, ആരാ എവിടുന്ന് എനിക്കിത് കിട്ടിയതെന്നൊക്കെ ചോദിച്ചു പറഞ്ഞോണ്ടി. ഐഷുമ്മ വാങ്ങി തന്നാന്ന് തന്നെ പറഞ്ഞോണ്ടി. വേറൊരു കളവും പറയേണ്ട ആവശ്യമില്ല. ഉമ്മ, ഊരി വെക്കണോ? എന്തിനെ ഊരി വെക്കണേ? ഒരാളെ പേടിച്ചിട്ട് പണ്ട ഊരി വെക്കന്നെ? അല്ലമ്മ, ചിലപ്പോൾ പറ്റിയില്ലെങ്കിലോ? അത് നാടിട്ടൊക്കെ പറഞ്ഞു നടന്നോട്ടെ, ഒരു കുഴപ്പവും ഇവിടെ അല്ല. അനക്ക് ഞാൻ വാങ്ങി തന്നിക്കുകയാണെങ്കിൽ അതിൽ ഒരു പേടിയും പേടിക്കണ്ട. ആരും മുതലോണ്ടും അല്ല, ഞാൻ എൻ്റെ മുതലോണ്ട് തന്നെ. പിന്നെ പലരും വിചാരിച്ചും ഐഷുമാൻ്റെ അടുത്ത് ഇത്ര തോനെ മുതലോടുന്ന പണ്ടൊക്കെ പണ്ടേ മുതലുണ്ട്. അത് ഇപ്പോഴുണ്ട് മുതൽ. ആ തൊടുവെന്നുള്ള വരുമാനം ഓരോ ഇതും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഒക്കെ കിട്ടുന്നുണ്ടല്ലോ. അതൊക്കെ എൻ്റെ അക്കൗണ്ടിലേക്കുള്ളത് എൻ്റെ ബാപ്പി ആക്കി വെച്ചിക്കണ്. നിങ്ങളെ ഷമ്മാസിൻ്റെ ഒരു ഇപ്പി ആക്കി വെച്ചിക്കണ് ആവശ്യത്തിനുള്ളത്. പിന്നെ മക്കൾക്കുള്ളത് അത് വേറെയാണ്ട് ഊരിപ്പോത്ത് കൊടുത്തേക്കണ്. പിന്നെ മക്കൾ അത് വാപ്പ മരിച്ചതിനെ ആ മുമ്പ് തന്നെ പറഞ്ഞു വെച്ചേക്കണം. എൻ്റെ ഷമ്മാസിന് ഇന്നത്, എൻ്റെ നവാസിന് ഇന്നത്, എൻ്റെ ഫൈസലിന് ഇന്നത്, സാജിക്ക് ഇത്, അനക്കുള്ളത് അത്, അങ്ങനെ 5 ഓരോ ആക്കിയാണ്ട് വെച്ചേക്കണ്. അതുകൊണ്ട് തന്നെ യാതൊരു തല്ലും പ്രശ്നവും തിരക്കുമില്ല. അവനാർക്ക് ഒരു സൗകര്യത്തിനുള്ളതുണ്ടേ. എൻ്റെ അവനക്ക് പെട്രോൾ പമ്പാണ് ഒരുത്തനെ, പിന്നെ കുറച്ച് സ്ഥലമുണ്ട്, മുതലുണ്ട് അവിടെ, മറ്റു ആ സൂപ്പർ മാർക്കറ്റ് ഷോപ്പ്, അങ്ങനെ പിന്നെ ഓരോ സാമർഥ്യത്തിനെടുത്ത് ഗൾഫിലൊക്കെ ഷോപ്പ് ഇട്ടത് അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെയുണ്ട്. എന്നാലും കുഴപ്പമില്ലാത്ത രീതി അൽഹംദുലില്ലാ റാഹത്തായി. തൊടുന്ന് തന്നെ ഇപ്പോൾ എത്ര വരുമാനമുണ്ട്, എത്ര തേങ്ങ ഉണ്ട്, അടക്കമുണ്ട്, എല്ലാം ഉണ്ട്, റബ്ബറുണ്ട്. അങ്ങനെ അതൊക്കെ പിന്നെ അതിൻ്റെ പണിക്കാരൻ നിർത്തി അതിൻ്റെ കൂലിയും ഇതൊക്കെ കഴിച്ചാലും നമുക്ക് കിട്ടാനുള്ള ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് ഒരു ബേജാറും ആവണ്ട. ഐഷുമാൻ്റെ അടുത്ത് പൈസ ഇല്ല എന്നുള്ള കാര്യത്തിൽ ഒരാളും ബേജാറാണ്ട. 3-4 തലമുറക്ക് കയ്യാളുള്ളത് അത് ഇവിടെ ഉണ്ട്. അതുകൊണ്ടൊന്നും ആരും പിന്നെ ഒരാൾക്ക് കൊടുത്തു വിചാരിച്ച് കണ്ട് കുറയില്ല. നമ്മൾ കൊടുക്കണമല്ലോ. നമ്മൾ മേത്തത് സക്കാത്താണ് പോകണ്ടേ. പൊന്നാര കുട്ടിയെ, ഞാൻ എനിക്ക് സക്കാത്ത് എന്നുള്ള നിലക്കല്ല കേട്ടോ, ഞാനൊരു ഹദിയ തന്നാണ്. സമ്മാനം, ഹദിയായി സ്വീകരിച്ചാൽ മതിട്ടജ്. ഒരിക്കലും എനിക്കുള്ള സക്കാത്തായിട്ട് ഞാൻ കരുതി തന്നിട്ടില്ല. ഹദിയായിട്ടാണ് കേട്ടോ തന്നിക്കണത്. ഇൻഷാ അല്ലാഹ് നമുക്ക് വാങ്ങാൻ പോകണേ നിക്കാകാട്ട്. ഉമ്മ, ഇതന്നെ മതി, ധാരാളം. ഇതന്നെ എത്ര പൈസ ആയിട്ടുണ്ടാവും? അതിന് അതിനകത്തൊന്നും ആയിട്ടില്ലെന്ന്. 3-4 ലക്ഷം ഇപ്പോൾ അതിനിപ്പോൾ ആയിട്ടില്ല തയ്ച്ച്. ഉമ്മ, ഇത് മതി, ഇതന്നെ. ആയിക്കോട്ടെ, എന്താ വെച്ചാൽ കാട്ടാം. എന്നാൽ പിന്നെ കാണാൻ വരില്ല അങ്ങോട്ട് ആക്കിയാലോ? നാളെ വരാൻ പറയല്ലേ.
നാളെ ഇനി ഉച്ചയ്ക്കോ അതോ വൈകുന്നേരത്തെ റുക്കിയുള്ളപ്പോൾ ഞാൻ വരണ്ടല്ലോ. റുക്കിയുള്ളപ്പോൾ വന്നാലേ ഇനിയിപ്പോൾ ഓൾ അതിങ്ങനെ നാടൊട്ടക്കാകെ പരന്ന് നടന്ന് പറഞ്ഞ് അങ്ങനെ ആയിട്ട് ആകെപ്പാടങ്ങട്ട് ഇനിയിപ്പോൾ ആരെയും എന്തെങ്കിലും പുസ്തകത്തിനോട് ഇഷ്ടമുള്ള ആരൊക്കെ ഉണ്ടെന്നോ പെൺകുട്ടികളുണ്ടെന്നോ പെണ്ണുങ്ങളുടെ ഒക്കെ പറഞ്ഞിട്ടു. പലതിനും മടിക്കാത്ത കാലമല്ല ഇപ്പോൾ. പിന്നെയെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഇങ്ങനെ സെമീറാനായിട്ടൊരു പങ്കിട്ടുണ്ടെന്ന് അറിയുമ്പോൾ എല്ലാവർക്കും ഒരു പൊറുതിയേടേക്കാരം. ഓളെപ്പോൾ കെട്ടാൻ പോകുന്നത് ഉസ്താദ്, ഇത്രയും മൊഞ്ചത്തിമാർ നാട്ടിലുണ്ടായിട്ട് അങ്ങനെ ഫിത്തിനും വസാദും അതും ഉണ്ടാക്കാൻ മടിക്കൂലേ. പിന്നെ പലയിടത്തും പോയിക്കാണ്ട് അതൊക്കെ ഇങ്ങോട്ട് ഇതായി കിട്ടിയാലേ. സമീറ ഏതായാലും അതൊന്നും കഴിഞ്ഞിട്ട് നമുക്കൊരു വഴിക്ക് പോകാണ്ടിട്ടോ, ഞാൻ പറയണ്ട എന്നോട്. ഉമ്മ ആയിക്കോട്ടെ, ഉമ്മ വിളിച്ചാൽ എവിടേക്കും ഞാൻ പോരാൻ തയ്യാറാണ്, സമീറ പറഞ്ഞു. എന്നാ മോളെ നാളെ ആക്കട്ടോ, ഞമ്മക്ക് ഇൻഷാ അല്ലാന്ന് പോയി കിടന്നോളെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഒരു നിമിഷം അതാ അവൾ റൂമിൽ കയറി വാതിലടച്ചു. അവൾ പൊട്ടിക്കരഞ്ഞു പോയി. അല്ലാ, എനിക്ക് ഇത്രയും പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു ജീവിതം കിട്ടുന്ന ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല. അല്ലാ, ഒരു ഉസ്താദ് എന്നൊക്കെ പറഞ്ഞ റഹ്മാനെ ഭാഗ്യല്ലേ. അതെ, ആരുടെ ജീവിതത്തിലും വലിയൊരു ഭാഗ്യം തന്നെയാണ് ഉസ്താദ്. കാരണം ഓല കൂടെ നിൽക്കുമ്പോൾ പട്ടിണി കിടക്കൂല, പിന്നെ ഓല നമ്മൾ ഇടങ്ങാറാക്കൂല. അത് എന്തുണ്ടെങ്കിലും അവർ ഹെൽപ്പ് ചെയ്യും. അവർ ഒരിക്കൽ പോലും ഭാര്യമാരെ ബുദ്ധിമുട്ടിക്കുന്നവരല്ല. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മാതൃകയായിരിക്കും അവർക്ക്. അതെ, ഭാര്യമാരോടൊപ്പം അല്പസമയം ഇരുന്ന് സംസാരിക്കുവാനും അല്ലെങ്കിൽ എങ്ങോട്ട് പോവുകയാണെങ്കിലും അവരെ കൂടെ കൊണ്ടുപോകാനും ഉസ്താദുമാർ ശ്രദ്ധിക്കും. ഒറ്റയ്ക്കുള്ള ടൂർ പോക്കൊന്നും ഓൾക്ക് ഇഷ്ടമല്ല. പോവുകയാണെങ്കിൽ സ്വന്തം ഭാര്യയും മക്കളെയും കൂട്ടിക്കൊണ്ട് എല്ലാ സ്ഥലവും കൊണ്ടുപോയി കാണിച്ചു കൊടുക്കും. അങ്ങനെയൊക്കെ ആണ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. റബ്ബേ, എനിക്ക് പരിചയമല്ല റബ്ബേ. ഹിജാബ് അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്ത്രമാണ്. അതെ, ഒരു ഉസ്താദിൻ്റെ കൂടെ ഹിജാബ് ധരിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ള കാര്യം അത് വല്ലാത്ത ഭാഗ്യമുള്ള കാര്യം തന്നെയാണ്. ഈ ലോകത്തും പരലോകത്തും ഉപകാരമുള്ള അല്ല അറിവുകളും അവർക്കറിയാം. എല്ലാം എനിക്ക് പഠിപ്പിച്ചു തരുകയും ചെയ്യും. റബ്ബേ റഹ്മാനെ, ഏതായാലും ആഗ്രഹിച്ചു പോയി. റഹ്മാനെ ഹലാലാക്കി തരണേ അല്ലാ. അല്ല, നാളെ കാണാൻ വരെ എന്തൊക്കെ തന്നെയാലും ഐഷും മഞ്ഞ് പറയുമായിരിക്കും, എനിക്കറിയില്ല റബ്ബേ. ആലോചിച്ചിട്ട് എന്നാൽ ആ രാത്രി ഷമ്മാസിനോട് ഉമ്മ പറയുന്നു, മോനെ ഷാമോനെ, മോനെ ഉറങ്ങിയോ? ഇല്ലുമ്മ, ഇതാ. അല്ല ഉമ്മ, എന്തായി, കാര്യങ്ങൾ പറഞ്ഞോ? ആ മോനെ പറഞ്ഞു, പാവം അവർക്ക് സന്തോഷമാണ്. ഒരു ജീവിതം കിട്ടില്ലേ. ഉമ്മ ആയിക്കോട്ടെ, എന്നാൽ ഉസ്താദിനോട് വിളിച്ച് പറഞ്ഞോളൂ, ഉമ്മനെ പറഞ്ഞോളൂ, ഉമ്മയോടല്ല കാര്യങ്ങൾ പറഞ്ഞത് കേട്ടോ. ആയിക്കോട്ടെ മോനെ. ആ നിമിഷം തന്നെ അതാ ഉസ്താദിനെ ഉമ്മ വിളിക്കുന്നു. അല്ല, ഉസ്താദ് ഉറങ്ങിയാവോ? കാരണം ഓലൊക്കെ 3 മണിക്ക് എഴുന്നേൽക്കുന്നവരല്ലേ, അപ്പം നേരത്തെ ഉറങ്ങേണ്ടി വരും. ഉമ്മ ഉസ്താദിൻ്റെ ഫോണിലേക്ക് വിളിച്ചു. ഷാമോൻ്റെ ഫോണിൽ നിന്നാണ് വിളിച്ചു കൊടുത്തത്. ഹലോ, അസ്സലാമു അലൈക്കും. ഷാമോൻ പറ. പൊന്നു മോനെ. വലൈക്കും അസ്സലാം. ഷാമോനല്ല, ഉമ്മയാണോ? ഉമ്മ എന്താ ഉറങ്ങിയില്ലേ? പൊന്നു മോനെ, എങ്ങനെയാടാ ഉറക്ക് വരിക? നിങ്ങളൊരു കാര്യം ഏൽപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനുള്ളൊരു ജവാബും കബൂലും തരാതെ ഉറങ്ങണേ ശരിയല്ലല്ലോ. ഉമ്മ, അത് നാളെ ആയാലും മതിയായിരുന്നു. ഇപ്പം തന്നെ. ഒരു നിമിഷം ഉസ്താദിൻ്റെ മനസ്സിൽ 1000 മൈലുകൾ പീലി വിടർത്തി. ഉമ്മ, മോനെ ഞാൻ പറയാം. അല്ല കുട്ടിയെ, എന്നാ കാണാൻ വരില്ലേ? നാളെ പറ്റുമോ? അല്ലുമ്മ, സമ്മതം കിട്ടാതെ ഞാൻ. പൊന്നു മോനെ, സമ്മതാണ്. അതെ, ഓൾക്ക് സമ്മതാണ്. ഓൾക്ക് നിങ്ങൾ ഇഷ്ടമാണ് എന്ന് അത് പറഞ്ഞുകൊണ്ട് ആയിഷമ്മ. എന്നാൽ ഒരു നിമിഷം അതാ ഉസ്താദും അറിയാതെ അൽഹംദുലില്ലാ. ഉമ്മ, ഉസ്താദിൻ്റെ കണ്ണുകൾ എറിഞ്ഞു. ഉമ്മ, കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല മോനെ, നാളെ തന്നെ നമുക്ക് പെണ്ണ് കാണലാണ്ടാക്കട്ടോ. ഇനിയിപ്പോൾ ഇവരൊന്ന് വിളിക്കാം, സാജിനെയും മോളെയും ഭർത്താവിനെയും ഓലൊന്ന് വിളിക്കാം. ഇനിയിപ്പോൾ വേറെ ആരോടും ഇപ്പോൾ തൽക്കാലം പറയണ്ട. ഉസ്താദേ, നിങ്ങൾക്ക് സമ്മതമല്ലേ? 2 കൂട്ടർക്കും സമ്മതമായ സ്ഥിതിക്ക് എന്നാൽ ഒന്ന് കാണാൻ വന്നാളി. കാരണം കണ്ടിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ തന്നെയാലും നേരിട്ട് കാണുന്നത് നല്ലതല്ലേ. പിന്നെ ഉസ്താദേ, അത് ഓള് പറയണേ, ഞാൻ തടിയേറണം, ഉസ്താദ് എന്നെ പറ്റുമെന്നാവും. ഉസ്താദിന് നല്ല മൊഞ്ചത്തി കുട്ടികളെ, ചെറിയ കുട്ടികളെ കിട്ടൂലേ? അതെന്താ, തടിക്കെന്ത് കുഴപ്പം? തടി വേണമല്ലോ. പിന്നെന്താ? ഉസ്താദിൻ്റെ മനസ്സിൽ അതായിരുന്നു ചിന്ത. ആയിക്കോട്ടെ, ഇനി മക്കൾ നേരിട്ട് 2 ആളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ളത് പറഞ്ഞും ചെയ്തോളി, ചോദിച്ചാളുള്ളത് ചോദിച്ചും ചെയ്തോളി.
രണ്ടുപേർക്കും അങ്ങോട്ട് സമ്മതയിക്കാണ്ട് അതുകൊണ്ട് ഉറപ്പിച്ച് ഞമ്മക്ക് വേഗം നിക്കാഹ് നടത്താം. പിന്നെ ഉസ്താദേ, ഇങ്ങക്ക് എന്തുണ്ടെങ്കിലും പറയണം കേട്ടോ, തുറന്ന് പറയണം, ഉള്ളിലൊന്നും വെക്കരുത് കേട്ടോ. ഓളോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞോളാം. അല്ല മോനെ, എപ്പോഴാണ്? ഉമ്മ, എപ്പോഴും നിങ്ങൾക്ക് സൗകര്യം എന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ഷാമോനോട് പറഞ്ഞിട്ട് അതിനനുസരിച്ച് ആക്കട്ടോ. ആ ആയിക്കോട്ടെ, എന്നാൽ ആയിക്കോളെ, കുട്ടി വെച്ചാളി. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. സത്യം പറഞ്ഞാൽ ഉസ്താദിന് സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയുന്നില്ല. ഒരു നിമിഷം പടച്ച റബ്ബിനോട് ദുആ ചെയ്തു. അല്ലാ, അൽഹംദുലില്ലാ റബ്ബേ, ഞാൻ ആഗ്രഹിച്ചത് നീ എൻ്റെ കൈകളിലേക്ക് തരികയാണല്ലോ റബ്ബ. ഒരു നിമിഷം തൻ്റെ സുഹറയെ ഓർത്തു. സുഹറ, എടി പെണ്ണേ, അപ്പോൾ നമ്മുടെ ഐഷുവിൻ്റെ ഉമ്മച്ചിയെ ഞാൻ കണ്ടുപിടിച്ചു കേട്ടോ. നമ്മുടെ ഐഷുവിന് പറ്റിയൊരു ഉമ്മച്ചിയാണ്. അതെ സുഹറ, എനിക്ക് വേണ്ടി, നമ്മുടെ ഐഷുവിന് വേണ്ടി പ്രാർത്ഥിക്കണം ഇൻഷാ അല്ലാഹ്. ഉസ്താദ് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയോട് അതാ പതുക്കെ സംസാരിച്ചു. ഖബറിനടിയിൽ നിന്ന് ഈ ഒരു വാക്കുകളെല്ലാം കേൾക്കുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് തന്നോട് സന്തോഷ വാർത്ത പറഞ്ഞ കാര്യം സുഹറ കേട്ടിരിക്കും. സുഹറ പുഞ്ചിരിച്ചുകൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ചുംബിച്ചിട്ടുണ്ടാവും. എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവേ, ഇപ്പോഴെങ്കിലും അങ്ങേക്ക് തോന്നിയല്ലോ ഐഷുവിനൊരു ഉമ്മച്ചിയെ വേണമെന്നുള്ളത്. അതെ ഉസ്താദ്, സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. ഇൻഷാ അല്ലാ, ഞാൻ ജോലിക്ക് പോയ സ്ഥലത്ത് അവരിങ്ങനെ എപ്പോഴും പറയായിരുന്നു വിവാഹത്തിനെ കുറിച്ച്. അദ്ദേഹത്തോട് ഒന്ന് പറയണം. ഇപ്പോഴെൻ്റെ സുഹറ ചോദിക്കുമായിരുന്നു ആദ്യം, ഇക്ക, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇക്ക എന്ത് ചെയ്യും? എൻ്റെ പെണ്ണെ, നീ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ നിൻ്റെ ഓർമ്മയിൽ അങ്ങനെ ജീവിക്കും. ഇക്ക, അത് പറ്റില്ല. അപ്പോൾ നമ്മുടെ കുഞ്ഞിനെ നോക്കാൻ ഒരാൾ വേണ്ടേ? നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട് പെണ്ണെ. എനിക്ക് ഇടയ്ക്കിടയ്ക്കൊരു ചോദ്യമാണ് ഈ മരണത്തെക്കുറിച്ച്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇക്ക വേറെ കല്യാണം കഴിക്കുമോ? എനിക്കെങ്ങനെ അതിന് കഴിയോ? എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് ഒരേ ഒരു പെണ്ണ്, അത് നീ മാത്രമാണ്. മരിക്കുന്നവരെ എൻ്റെ കൂടെ നീ ഉണ്ടായിരിക്കണം, അതെനിക്ക് നിർബന്ധമാണ്. എൻ്റെ ഇക്ക, അതൊന്നും പറയാൻ പറ്റില്ലല്ലോ. പെട്ടെന്ന് ഞാൻ ഒരു ദിവസം മരണപ്പെട്ട് ചലനമറ്റ് കിടക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് എന്നെ നോക്കി കരയുമ്പോൾ ആ കണ്ണുനീരിൻ്റെ കഫൻ പുടയിലേക്ക് ഉറ്റുമ്പോൾ, അല്ലാ, ആ ഒരു കണ്ണീര് മതി എനിക്ക് സ്വർഗത്തിലെത്താൻ. എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ്, എന്നാൽ ഞാൻ മരിച്ചെന്ന് കരുതി ഒരിക്കലും അനാഥനായി ഒറ്റയ്ക്ക് നിൽക്കരുത് കേട്ടോ. മറ്റൊരു വിവാഹം കഴിക്കണം, എന്തൊക്കെ തന്നെയാലും കേട്ടോ. തൻ്റെ സുഹറ പറഞ്ഞ ആ ഒരു കാര്യങ്ങൾ ഉസ്താദ് ഓർക്കുകയാണ്. അല്ലാ, സുഹറ ആദ്യമേ എന്തൊക്കെയോ പറഞ്ഞു വെച്ചു. അതെ, അവൾക്ക് അറിയുമായിരിക്കും ഒരു പക്ഷേ അവൾ ദുനിയാവിൽ കുറച്ച് കാലം ജീവിക്കുന്നുണ്ടാവുള്ളൂ എന്നൊക്കെ പഠിച്ചവൾക്ക് അറിയിച്ചു കൊടുത്തതാണോ എന്താ അറിയില്ല. അവളെ കൈപിടിച്ച് മണിയറയിലേക്ക് കയറ്റിയപ്പോൾ, അതെ, എൻ്റെ ജീവിതത്തിലേക്ക് അവൾ കുറച്ച് ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല. എന്ത് ചെയ്യാം? എന്നാലിപ്പോഴിതാ തൻ്റെ ജീവിതത്തിലേക്ക് മറ്റൊരു പെണ്ണ് കടന്നു വന്നിരിക്കുകയാണ്. അവളുടെ നിർബന്ധം ഇടയ്ക്കിടെ സ്വപ്നത്തിൽ വന്ന് പറയുക. ഐഷുവിനാണെങ്കിൽ അവളുടെ ഉമ്മച്ചിനെ വല്ലാതൊരു ഇഷ്ടം. എന്തായാലും അല്ലാ, എൻ്റെ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിനെ തന്നെയാണല്ലോ ഞാൻ കാണാൻ പോകുന്നത്. ഉസ്താദിൻ്റെ മനസ്സിൽ ഒരുപാട് പുതിയ പുതിയ ചിന്തകൾ, ഒരുപാട് സ്വപ്നങ്ങൾ. അതെ, ഒരു നിമിഷം തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോളുടെയും തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോളുടെ ഉമ്മച്ചിയുടെയും കൂടെ കിടക്കാനൊന്ന് ഭാഗ്യം ലഭിച്ചിരുന്നെങ്കിലെന്ന് പലതവണ വിചാരിച്ചതാണ്. അല്ലാഹുവേ, എന്നാൽ അതിനുള്ള സമയത അടുത്തുകൊണ്ടിരിക്കുകയാണ്. റബ്ബേ, യാതൊരു ബുദ്ധിമുട്ടും പ്രശ്നമില്ലാതെ റഹ്മാനെ അതിനുള്ള വഴി നീ ഒരുക്കിക്കൊണ്ടല്ല. ഉസ്താദിൻ്റെ മനസ്സിൽ സന്തോഷം കളിയാടുകയാണ്. റബ്ബേ, ഒന്ന് നേരം വെളുത്ത് കിട്ടിയിരുന്നെങ്കിൽ. പക്ഷേ ഉറക്കം തന്നെ വരുന്നില്ല. ഉസ്താദ് തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. ദിക്കറുകളും സലാത്തുകളൊക്കെ ചൊല്ലി കിടക്കാനിരുന്നതായിരുന്നു. അപ്പോഴേന്നു ഷാമോൻ്റെ ഫോൺ ബെല്ലടി കേട്ടത്. ഞാൻ എന്താണെന്ന് വിചാരിച്ചു. എന്നാൽ റബ്ബേ, എനിക്കിപ്പോൾ ഉറക്കം പോയി. റബ്ബേ, തഹജ്ജുദ്. ഉസ്താദ് ദിക്കറുകളും സ്വലാത്തുകളും ചൊല്ലിക്കൊണ്ടേയിരുന്നു. റഹ്മാനെ, റബ്ബേ, അല്ലാഹ്, സന്തോഷം കൊണ്ട് എനിക്ക് ഉറക്കം വരുന്നില്ല അല്ലാ. എന്നാൽ ഈ സമയം സമീറയും, അതെ, ആ രാത്രി അവൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. പഠിച്ചോനെ, നാളെയാണ് ഉസ്താദ് വരുന്ന ദിവസം. അവൾ തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ ഐഷുവിനെ കെട്ടിപ്പിടിച്ച് ഒരുപാട് ചുംബിച്ചു. പൊന്നുമോളെ, പൊന്നുമോളുടെ ഉപ്പച്ചി തന്നെ എന്നെ നിക്കാഹ് കഴിക്കുന്നെന്നറിഞ്ഞപ്പോൾ അല്ലാ, വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ്. അത്രക്കും ആലിമായ
ഒരു ഉസ്താദ് റബ്ബേ എന്നെ നിക്കാഹ് കഴിക്കേ. എനിക്ക് ചെറുപ്പത്തിൽ ആഗ്രഹമായിരുന്നു ഒരുപാട് ഉസ്താദുമാരെ കല്യാണം കഴിക്കണം എന്നതിനെക്കുറിച്ച്. കാരണം ഉസ്താദുമാർ വിവാഹം കഴിച്ചവരെല്ലാം പറയുന്നത് കേട്ടിട്ട് തന്നെ അത് അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചിട്ടുകളായിരിക്കും. അതെ, അതുകൊണ്ട് തന്നെ ഭാര്യയെ ഒരിക്കലും കണ്ണീര് കുടിപ്പിക്കൂല, ഭാര്യയെ ഒരിക്കലും വെറുക്കൂല, ചീത്ത പറയൂല, അവരെപ്പോഴും ഹെൽപ്പ് ചെയ്യും, അവരുടെ കാര്യങ്ങൾക്കൊക്കെ കൂടെ ഉണ്ടാകും. അങ്ങനെയൊക്കെ അഥവാ തെറ്റ് കണ്ടാലും ഒന്ന് ഉപദേശിക്കും എന്നല്ലാതെ ആരും തന്നെ ഒന്നായിട്ട് കടിച്ചു കയറി വരികയില്ല. അത് സാവകാശം പറഞ്ഞ് മനസ്സിലാക്കും. അങ്ങനെയൊക്കെ ആയിരിക്കും. അല്ലാതെ ഒരിക്കൽ പോലും കള്ള് കുടിച്ചു വന്ന് ശല്യപ്പെടുത്തുന്ന, അതേ എല്ലാ സ്വർണങ്ങളും പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്ന, സ്ത്രീധനത്തിൻ്റെ പേരിൽ ചീത്ത പറയുന്ന, പരിക്കേൽപ്പിക്കുന്ന സ്വഭാവം ഉണ്ടായിരിക്കില്ല. ചെറുപ്പത്തിലെ ആഗ്രഹിച്ചിരുന്നു, പക്ഷെ കിട്ടിയത് ഇയാളല്ലേ. എന്നാലും ആദ്യമൊക്കെ കുഴപ്പമില്ലായിരുന്നു. എന്നാൽ പിന്നീട് പെങ്ങന്മാരുടെയും ഉമ്മയുടെയൊക്കെ വാക്ക് കേട്ട് അയാൾ ശരിക്കും കേടുന്നുപോയി. അതെ, ഒരുപാട് എന്നെ ഉപദ്രവിച്ചു. എൻ്റെ മുമ്പിലേക്ക് മറ്റൊരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുവന്നു. അതെ റബ്ബേ, കുറച്ചു കാലം 5 വർഷമാണ് നിന്നത്, പക്ഷെ 50 വർഷം അനുഭവിച്ച പ്രതീതിയാണ്. അതെ, ചായം കടയൊക്കെ ഉണ്ടാക്കി വെക്കും, തോട്ടത്തിലേക്ക് പോകും, പറഞ്ഞേക്കും വിറക് വെട്ടാൻ കൊണ്ടുവരാൻ. അല്ലാ, മഴയാണെങ്കിലും വെയിലാണെങ്കിലും വിശന്ന് കുടൽ കത്തുന്ന സമയത്ത് ഉണ്ടാക്കി വെച്ച അപ്പം നിന്നാൻ വേണ്ടി വരുമ്പോൾ ഒന്നും ഉണ്ടാവില്ല, വെറും കഞ്ഞിവെള്ളം, അത് വലിച്ചു കുടിക്കും. അങ്ങനെ എത്ര അനുഭവങ്ങൾ റഹ്മാനെ നീ എത്തിച്ചു തന്നെ പുത്തൻ വീട് തറവാട്ടിലേക്ക്. അൽഹംദുലില്ലാ. എന്നാൽ അവിടെ നിന്ന് എനിക്ക് ഒരു മണിമാരനെ കിട്ടുന്നത് റഹ്മാനെ, എനിക്കൊരിക്കൽ പോലും, അതും ഒരു സ്വാലിഹായ ഒരു ഉസ്താദിനെ, മാഷാ അല്ലാ, അതിനേക്കാളും വലിയ ഭാഗ്യം ഇനി എന്താണ് റബ്ബേ, എനിക്കറിയില്ല. മോള് നന്നാവുന്ന് ഒരിക്കൽ ഒരു പ്രായമായ സ്ത്രീ എന്നോട് പറഞ്ഞത് ഓർമ്മയുണ്ട്. അതെ, അൽഹംദുലില്ലാ, എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് അല്ല, എൻ്റെ ഐഷുമോളുടെ പ്രിയപ്പെട്ട ഉപ്പച്ചി എന്നെ നാളെ പെണ്ണ് കാണാൻ വരികയാണ്. അല്ലാ, സെമീറക്ക് സന്തോഷം സഹിക്കുവാനേ കഴിയുന്നില്ല. അവൾ പടച്ച റബ്ബിനെ സ്തുതിച്ചു. അൽഹംദുലില്ലാ, ഹംദൻ ഗസീറൻ തൊയ്യിമൻ മുബാറക്കൻ. അല്ലാ, നാളെ ഒരു ദിവസമുണ്ടെങ്കിൽ അതെ ഉസ്താദ് എൻ്റെ മുമ്പിലേക്ക് വരും. എനിക്ക് ആകെ കൈകാലുകൾ വിറക്കുന്നല്ല അതാലോചിച്ചിട്ട്. ആ രാത്രി സമീറ വളരെയധികം സന്തോഷത്തോടെയാണ് കിടന്നുറങ്ങിയത്. നമ്മുടെ ഉസ്താദും. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.